ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കോടതിയെ വെറുതെ വിട്ടതുകൊണ്ട് കോടതിയെപ്പറ്റി പഴി പറയുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംഭവം കണ്ടിട്ടില്ല, കേസ് വായിച്ചിട്ടില്ല, കേസിൻ്റെ വാദം കേട്ടിട്ടില്ല, നിങ്ങൾക്ക് നിയമം അറിയില്ല. നിങ്ങൾ ആകെ പറയുന്നത് പത്രക്കാരൻ്റെ ഊഹാഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ടാക്കിയ ഫീലിംഗ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തുന്നത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവരറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ അത് പി ടി തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇങ്ങാരുടെ അഭിനയവും അങ്ങനെ അങ്ങോട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ഈ ലാലിന്റെ അഭിനയം അത്ര അങ്ങോട്ട് ശരിയായിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു മാർട്ടിൻ പറഞ്ഞത്, ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുമുണ്ട്. മാർട്ടിൻ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ഈ ലാലിന്റെ കാര്യം. ലാലിന്റെ വണ്ടിയാണ് ഓടിച്ചിരുന്നതെന്നും അന്ന് നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും മാർട്ടിൻ പറയുമ്പോൾ, ഇവിടെ ഈ പറയുന്ന ലാല് പറയുന്നു, ഈ പറയുന്ന മാർട്ടിന്റെ അഭിനയം അത്ര പോരാ, മാർട്ടിനെ എനിക്ക് സംശയമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മാർട്ടിനെ ആ ഒരു കേസിലേക്ക് പെടുത്തിയതാണെന്ന് മാർട്ടിൻ അവിടെ പറയുമ്പോൾ, ഇവിടെ ഇദ്ദേഹം പറയുന്നു മാർട്ടിനെ എനിക്ക് സംശയമുണ്ട്, അവന്റെ അഭിനയം അത്ര പോരാ എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ ഈ ലാലിനെ നമുക്കും ഒന്ന് സംശയിക്കണ്ടേ? ലാലിന്റെ അഭിനയം അങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുവായാലും ഇപ്പോൾ ഈ പറയുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കണം എന്ന രീതിയിൽ തന്നെ പലരും ചർച്ച ചെയ്തു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ പടം വരെ ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പടം ബമ്പൻ ഹിറ്റായിട്ട് ഓടുകയാണ്. അത് ബഹിഷ്കരിക്കാൻ പോയവർ തന്നെ പോയിരുന്ന് കണ്ടിട്ട് വന്നിരുന്ന് കമന്റ് ഇടുന്നുണ്ട്. നമ്മളെയൊക്കെ വീഡിയോ ഇടുമ്പോഴും അതിന് താഴെ വന്ന് കമന്റ് ഇട്ട് തെറി വിളിക്കാൻ, കാരണം നിങ്ങൾ എന്തിനാ ദിലീപിനെ വെള്ള പൂശുന്നതെന്ന്. വെള്ള പൂശുകയല്ല, ഇവിടെ കോടതി വരെ പറഞ്ഞിരിക്കുകയാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന്. കാരണം ഇവിടെ വെച്ചിരിക്കുന്ന ദിലീപിനെതിരെ വെച്ചിരിക്കുന്ന കള്ളത്തെളിവുകളൊന്നും ഈ പറയുന്ന ഇവർക്ക് പ്രതിഭാഗം വക്കീൽമാർക്കൊന്നും അത് അങ്ങോട്ടും പ്രൂഫ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കോടതിക്ക് തെളിവാണ് മുഖ്യം. കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന ഈ ദിലീപ് കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെയാണ് 8 വർഷത്തെ മാധ്യമ വിചാരണ ഇദ്ദേഹത്തെ നശിപ്പിക്കേണ്ടതിന്റെ അങ്ങേയറ്റം വരെ നശിപ്പിച്ചു. 8 വർഷത്തെ ഇദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ ജീവിതം വരെ നശിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കോടതി ഇപ്പൊ വെറുതെ വിട്ടപ്പോൾ അത് ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ദിലീപിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച പലർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുവായാലും ഈ പറയുന്ന പൾസർ സുനി ദിലീപുമായിട്ട് ചേർന്ന് നിന്നൊരു സെൽഫി എടുത്തു, ദൈവത്തിന്റെ കയ്യൊപ്പായ സെൽഫി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ കൊണ്ട് കാണിച്ച ആ ഒരു സെൽഫി പോലും കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. കാരണം അങ്ങനെ ഒരു സെൽഫി അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ ഈ പറയുന്ന ദിലീപിന്റെ വക്കീൽ പറഞ്ഞു, അന്ന് ഈ പറയുന്ന ഈ പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറയുന്ന ദിലീപുമായിട്ട് ഒരു ചർച്ച ചെയ്യുകയോ ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അത് തെളിയിക്കേണ്ട ഒരു പ്രൂഫ് പോലും ഈ പറയുന്ന ഇവർക്ക് അങ്ങോട്ട് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ അങ്ങ് തകർത്തു വാരി എറിഞ്ഞു. ഈ ദിലീപിനെ കുറ്റക്കാരനാക്കിയേ പറ്റത്തുള്ളൂ, ദിലീപ് അങ്ങ് കുറ്റക്കാരനാണ്, കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം ഇങ്ങനെ പീഡിപ്പിക്കാൻ നടക്കുന്നവനാണ് എന്ന രീതിയിൽ പൊതുമാധ്യമങ്ങളിലും പൊതുജനങ്ങളിലും ഒക്കെ അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്ത് വിഷം ചീറ്റുന്ന, അതായത് ഒരു പന്ന മനുഷ്യനാണ് ഈ പറയുന്ന ദിലീപ് എന്ന രീതിയിൽ കൊണ്ടുവന്ന് എല്ലാവരുടെ ഉള്ളിലേക്ക് അങ്ങ് പൂശിക്കൊടുത്തു ഇവന്മാര്, ഈ മീഡിയക്കാര്. എന്തായാലും ഒരു അഡ്വക്കേറ്റ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിലീപ് എങ്ങനെ രക്ഷപ്പെട്ടു, അതെന്തുകൊണ്ടാണ് ഈ അംഗീകരിക്കാതെ ചിലവര് അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അവൾക്കൊപ്പം നിൽക്കണം, കാരണം അതിജീവിതയ്ക്ക് ഇത് കിട്ടണം. ആരായാലും പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ദിലീപ് മാത്രമല്ല, ദിലീപിനെ കുറ്റക്കാരനാക്കണം, ദിലീപിനെയാണ് ഇവിടെ ജയിലിൽ അടയ്ക്കണം എന്ന് പറയുന്നിടത്താണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. ഇവിടെ അതിജീവിതയ്ക്ക് അവളെ ആരാണ് ദ്രോഹിച്ചിട്ടുള്ളത് അവർ ശിക്ഷിക്കപ്പെടണം. അതിന്റെ കൂടെ തന്നെയാണ് നമ്മളും ഉള്ളത്. പക്ഷെ ഇവിടെ എല്ലാവരുടെയും അജണ്ട പോകുന്നത് ഈ പറയുന്ന ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ള രീതിയാണ്. എന്തായാലും വക്കീൽ പറയുന്ന കാര്യം ഒന്ന് കേട്ടു. ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കോടതിയെ വെറുതെ വിട്ടതുകൊണ്ട് കോടതിയെപ്പറ്റി പഴി പറയുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംഭവം കണ്ടിട്ടില്ല, കേസ് വായിച്ചിട്ടില്ല, കേസിൻ്റെ വാദം കേട്ടിട്ടില്ല, നിങ്ങൾക്ക് നിയമം അറിയില്ല. നിങ്ങൾ ആകെ പറയുന്നത് പത്രക്കാരൻ്റെ ഊഹാഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ടാക്കിയ ഫീലിംഗ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തുന്നത്. അത് തെറ്റാണ്. ജഡ്ജി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കോടതി വന്നിട്ട് ദിലീപിനെ വെറുതെ വിടുന്നു പറഞ്ഞല്ല, 200 സാക്ഷികൾ, 100ലധികം ഡിജിറ്റൽ തെളിവുകൾ, CCTV ക്യാമറ ദൃശ്യങ്ങൾ, ഫോണ്, മെമ്മറി കാർഡുകൾ,
വാട്സപ്പ് സന്ദേശങ്ങൾ, മെറ്റാ ഡാറ്റ, കോൾ റെക്കോർഡ്സ്, പല അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ക്രോസ് വിസ്താരങ്ങൾ, വക്കീൽമാരുടെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാഗ്വാദങ്ങൾ, ഇതൊക്കെ പരിശോധിച്ച് 8 വർഷം നീണ്ടുനിന്ന വിചാരണക്കൊടുവിലാണ് ജഡ്ജി ദിലീപിനെ വെറുതെ വിട്ടത്. ഇന്ത്യൻ നിയമത്തിൽ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ കുറ്റം സംശയാതീതമായി തെളിയിക്കണം, അത് പ്രോസിക്യൂഷൻ കഴിയണം. ഡിജിറ്റൽ തെളിവുകൾക്ക് വിശ്വാസ്യത വേണം. ആരോപണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള ജഡ്ജി ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണം 8 വർഷം നീണ്ടു നിന്ന വിചാരണകൾക്കൊടുവിൽ ഇത്രയൊക്കെ ആൾക്കാരെ, പ്രതികളെ, അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികളെ, അങ്ങനെ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകള്, ഫോൺ കോളുകള്, റെക്കോർഡുകള്, മെമ്മറി കാർഡുകൾ എല്ലാം പരിശോധിച്ചിട്ടും ഈ പറയുന്ന ദിലീപിനെ അതിൻ്റെ അകത്ത് പ്രതിയാക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്, അല്ലേ? അത് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ. എന്നിട്ടും ദിലീപിനെ കുറ്റക്കാരനാക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോടതിയാണ് വെല്ലുവിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തതാണ്. ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ ഈ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു നിയമ സംവിധാനത്തെ കുറിച്ചോ അറിവില്ലാത്തവരാണ് ഈ കടന്ന് പുലമ്പുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും. നമുക്ക് എന്തായാലും ബാക്കി കേട്ടു. നമുക്ക് വിശ്വാസത വേണം. ആരോപണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള മെറ്റീരിയൽ എവിഡൻസ് വേണം. പ്രധാന സാക്ഷികളുടെ മൊഴികളിൽ കോടതിക്ക് വിശ്വാസത ഉണ്ടാവണം. അല്ലാതെ മാപ്പകളുടെ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് മതിയാവില്ല. നിങ്ങളെ നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ അതിനർത്ഥം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടലിനെയാണ് തകർക്കുന്നത്. ഇവിടെ മാപ്രകൾക്കാണ് എല്ലാം. ഇവന്മാര് പറയുന്നതനുസരിച്ച് ഇവിടെ ആൾക്കാരെ ശിക്ഷിക്കണം, ഇല്ലെങ്കിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തേക്ക് എന്തൊക്കെയാ ഇവന്മാർ പറഞ്ഞത്? ദിലീപിനെതിരെ ഇവന്മാർ എന്തൊക്കെയാ പറഞ്ഞത്? രാഹുൽ ഈശ്വർക്കെതിരെ ഇവന്മാർ എന്തൊക്കെയാ പറഞ്ഞത്? ഇവന്മാര് പറയുന്നതിനനുസരിച്ച് കേസ് പൊക്കോണം, കോടതി അതിനനുസരിച്ച് വിധി കൽപ്പിച്ചോണം. അങ്ങനെയാണ് ഇവന്മാരുടെ ഇത്. എന്തായാലും ഇദ്ദേഹം അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടു ബാക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടലിനെയാണ് തകർക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ ജഡ്ജിമാർ അവഗണിക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് തുല്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിയമജ്ഞാനം ഇല്ല എന്ന് മറ്റു ജനങ്ങളെ ബോധ്യപ്പെടുത്തും കൂടി ചെയ്യുന്നതാണ്. ദിലീപിനെതിരായിട്ട് പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ്. സാധാരണയായിട്ട് കൊലപാതകത്തിനും കിഡ്നാപ്പിനും കയ്യും കാലും പെട്ടാണ് കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ബലാത്സംഗത്തിന് ആരും കൊട്ടേഷൻ കൊടുക്കാറില്ല. ഈ വിധിയിൽ ഇത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഒരു കാര്യം പറയുന്നത്. ഇവിടെ ദിലീപ് ബലാത്സംഗം ചെയ്യാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുമ്പോഴാണ് ഇവിടെ ശരിയാകാതെ വരുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങൾക്കുമാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. ഒരാളെ തീർക്കണമെങ്കിലും അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് മാത്രമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ചാണ് ഈ പീഡിപ്പിച്ചപ്പോ ആ വീഡിയോ എടുത്തെന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന രസം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വക്കീല് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയേലും കണ്ണു തുറക്കാത്തവർക്ക് കണ്ണു തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ണു തുറക്കത്തൊന്നുമില്ല, എങ്ങനെ അദ്ദേഹത്തെ ഒന്ന് നശിപ്പിക്കണം, അതാണ് എല്ലാവരുടെയും തീരുമാനം. പക്ഷെ ബലാത്സംഗത്തിന് ആരും കൊട്ടേഷൻ കൊടുക്കാറില്ല. ഈ വിധിയിൽ തൃപ്തരല്ലാന്ന് ഒരുപാട് നേതാക്കന്മാർ, MLA മാരും MP മാരും മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് കേട്ടാൽ ഒരു അതിജീവിത ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാലും ശരിയായാലും ആ പ്രതി ശിക്ഷിക്കണം എന്നാണ് ഇവർ പറയുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിലും പോലീസിൻ്റെയും കോടതി ആവശ്യമുണ്ടോ? ഒരു അതിജീവിത ഒരു പരാതി കൊടുത്ത ഉടൻ തന്നെ അവരെ അന്ന് ശിക്ഷിച്ചാൽ പോരെ? തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ സർക്കാർ അപ്പീൽ പോകുന്ന പറഞ്ഞത് അതിജീവിതയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് AK ശശീന്ദ്രൻ മന്ത്രിയാണ് P ജോസഫ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതുപോലെ കോടതി വെറുതെ വിട്ട് വീണ്ടും നേതാക്കന്മാരായും മന്ത്രിമാരായും ഇപ്പോഴും സമൂഹത്തെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിജീവിതയോടൊപ്പമായിരുന്നില്ലേ സർക്കാർ? ദിലീപിനെ വെറുതെ വിട്ട് വിധിക്കോപ്പിന് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാലം 35 പോലത്തെ വക്കീൽ പണിയുടെ എക്സ്പീരിയൻസ് പറയാം, ഹൈക്കോടതി പോയാലും ദിലീപിനെ ശിക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ദിലീപിനെതിരെ അപ്പീൽ കൊടുത്തതും പ്രയോജനമില്ല. എന്തായാലും ഇദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, ഇനിയും ദിലീപിനെതിരെ അപ്പീൽ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അങ്ങനെയാണ്, അതെങ്ങും നിലനിൽക്കത്തില്ല. കാരണം തെളിവുകളില്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. പക്ഷെ മന്ത്രിമാരൊക്കെ പലപ്പോഴും ഈ പീഡിപ്പിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന മന്ത്രി ഒക്കെ ആരുടെ കൂടെ ആയിരുന്നു? അപ്പൊ ഗവൺമെന്റ് ആരുടെ കൂടെ ആയിരുന്നു? അതിജീവിതയ്ക്കൊപ്പമായിരുന്നു അതോ മന്ത്രിമാരുടെ കൂടെ ആയിരുന്നു? അത് ഇദ്ദേഹം ചോദിച്ചതൊരു ചോദ്യമല്ലേ? ഇതിന് ആൻസർ വല്ല ഉണ്ടോ? എന്തായാലും കൊള്ളാം. എന്തായാലും ദിലീപ് ഈ ഒരു വിഷയത്തിൽ അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ഉറച്ചു നിന്നതും. നിങ്ങൾ ചുമ്മാ ഈ കെട്ടിച്ചമയ്ക്കുന്ന ഈ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതായത് മാധ്യമങ്ങൾ, അതിനെതിരെയൊക്കെ അദ്ദേഹം അന്ന് സംസാരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഒന്ന് കേട്ടു നോക്കി. മാധ്യമ വിചാരണയ്ക്ക് തന്നെ കിട്ടില്ലെന്നും ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഒരു കാര്യം തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസിനോടും കോടതിയോടും ഒക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കാരണം എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചുറ്റും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കൂടുതൽ ഞാൻ സംസാരിക്കാനുള്ള ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവ് ഇത് വളച്ചൊടിച്ചൊന്നും പറയരുത്. വളരെ കോൺഫിഡന്റ് ആണ് വിളിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ദിലീപുമായി അഞ്ജുരാജ്, ദിലീപ് എന്തോ പറയുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചത്?
ദിലീപുമായി പോലീസ് സംഘം 410 നമ്പർ മുറിയിലേക്ക് കയറുന്നു. ഈ സംഭവം എന്തിനാ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഈ മീഡിയക്കാരാണ് ഈ കേസിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇവന്മാര് ഓരോ രീതിയിൽ ഇദ്ദേഹത്തെ എങ്ങനെയും തകർക്കണമെന്ന് വിചാരത്തോടു കൂടി ആരുടെ കയ്യിൽ നിന്നൊക്കെയോ കാശ് മേടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച് ഉണ്ടാക്കി വെച്ച ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ പറയുന്ന ലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് മാർട്ടിൻ എന്ന് പറയുന്ന ആ ഡ്രൈവർ വന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ അകത്തെ പങ്കിനെ കുറിച്ച് പറയുന്നു, ഈ പറയുന്ന പൾസർ സുനിക്ക് അതിൻ്റെ അകത്തുള്ള ഇടപാടുകളെ കുറിച്ച് പറയുന്നു, അതോടൊപ്പം തന്നെ രമ്യ നമ്പീശിനെ കുറിച്ച് പറയുന്നു, മഞ്ജുവിനെ കുറിച്ച് പറയുന്നു, അതോടൊപ്പം തന്നെ ആ ഒരു സംവിധായകന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ തുടങ്ങി പലരെ കുറിച്ചും അദ്ദേഹം വന്ന് പറയുന്നുണ്ട് ഈ മാർട്ടിൻ. അപ്പൊ ഈ പറയുന്ന ആരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഈ പറയുന്ന മാർട്ടിനെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയ എത്രത്തോളം അത് കോടതി അംഗീകരിക്കും എന്നുള്ളത് അറിയത്തില്ല. എങ്കിൽ പോലും ഈ പറയുന്ന ലാലിനെ ചെയ്യാമല്ലോ, ഈ കേസ് CBI അന്വേഷിക്കാൻ വേണ്ടി വിടാമല്ലോ. അതായത് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി അടക്കമുള്ള പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ കേസ് CBIക്ക് വിടാൻ പറയൂ. ഇവിടെ അന്നേരം ഈ പറയാമല്ലോ, ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അല്ലേ? അതിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന ഈ അതിജീവിത മാത്രമല്ലല്ലോ അതിജീവിത, ഇതിനു മുമ്പും ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പും പലരും ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്നും സംരക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. അപ്പൊ ഈ പറയുന്ന ദിലീപിനെ കുറ്റക്കാരനാക്കണമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും അതിജീവിത എന്ന് പറയുന്ന ആ ഇരയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം. അത് ആര് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഇവിടെ നിരപരാധിയായി എന്ന് കോടതി വിധി പറഞ്ഞ ഇവിടെ 8 വർഷം കൊണ്ട് ഒരു മനുഷ്യനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്ത എര, അതായത് അദ്ദേഹത്തെ എര തന്നെ എന്ന് പറയാം, അദ്ദേഹത്തിനും നീതി വേണം, വേണ്ടേ? ഇവിടെ നാദൃശ, ഈ ദിലീപിന്റെ കൂട്ടുകാരനായിട്ടുള്ള നാദൃശ പറയുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതാണ് പുള്ളിക്കാരനും. അതായത് ഈ പറയുന്ന ദിലീപിനെ കൊടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് കേട്ടു നോക്കി. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനം ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ഞാൻ എടപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇല്ല, ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ള ഞാൻ സുനീനെ എനിക്കറിയാം, അതിൻ്റെ പേര് സുനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ഞാനാണ് നൽകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് പുള്ളി നിരപരാധിയാണെങ്കിലും പക്ഷേ പുള്ളിയുടെ പേര് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യ സമയത്തൊന്നും ഇതല്ലെങ്കിലും അകത്തായതിനു ശേഷം ദിലീപിൻ്റെ പേര് സ്പ്രെഡായി. ഇങ്ങനെ ദിലീപിൻ്റെ ഒരു ഊഹാപോഹം ദിലീപാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരാണ് ഈ പറയണമെന്ന് ചോദിച്ചു. അല്ല ചേട്ടാ, അത് അവസാനം നിർബന്ധിച്ചിട്ട് ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ പറഞ്ഞതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞ പേരുകൾ, ആ പേര് പറഞ്ഞ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണത്. ഇവിടെ കുറെ പേരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഈ പറഞ്ഞ പേരുകൾ മാർട്ടിൻ പറഞ്ഞ പേരുമായിട്ട് താരതമ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടായിരുന്നോ? ഈ പോലീസ് എന്ത് അന്വേഷണം നടത്തിയെന്ന് ഒരു പിടുത്തവുമില്ല. അന്വേഷണം നടത്തിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് അങ്ങോട്ട് തെളിയിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ പലരെയും രക്ഷിക്കാൻ വേണ്ടി ഈ പറയുന്ന ദിലീപിനെ കരുവാക്കിയതായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പല പേരുകളുണ്ടല്ലോ, ഇദ്ദേഹം പറഞ്ഞു, വിഷ്ണു എന്ന് പറയുന്നവൻ പറഞ്ഞു എന്ന് പറയുന്ന പേരുകൾ മാർട്ടിനും പറഞ്ഞിരുന്നു. ആ പേരുകൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു? പോലീസിനായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇവിടെ ചില കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടുകളാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ തല ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ഡൗട്ടുകൾ തോന്നും, ഇല്ലേ? എന്താണ് ഇവര് ദിലീപിനെ കുറിച്ച് എന്താണ് ഈ ആൾ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്? അല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞത് സുനി പറഞ്ഞത് അവൻ എങ്ങനെയാണ് എന്താണ് അവന് സ്വന്തമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞ കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞോ, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ പൈസ ആവശ്യം വരുമല്ലോ, അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും. പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ്. ഇതാണ് അവൻ്റെ ലക്ഷ്യം.
പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ടാണെങ്കിൽ പേരുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇതൊന്നും വിശ്വസിക്കില്ല. കാരണം ഏറ്റവും അടുത്ത മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്രീം ഒരു പേരുകളാണ് അതൊക്കെ. ദിലീപിന്റെ പേര് പറയൂ, ദിലീപിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞേക്കുന്നത് ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർ ലെവലിലുള്ളവരുണ്ട്, നടന്മാരുടെ ഇതുണ്ട്, നടിമാരുടെ പേര് പറഞ്ഞ് ഇയാൾ പറഞ്ഞ പേരുകൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിയാണ് വന്നത്. കാരണം ഇത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക. കാരണം ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ പേര് പറയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുടെ പേരൊക്കെ തന്നെ പറഞ്ഞത്. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അപ്പോൾ ദിലീപിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് വിശ്വാസമുള്ള ടൈപ്പ് പേരുകളാണ് അവർ പറയുന്നത്. കാരണം ആ പറഞ്ഞവൻ ബുദ്ധിമാനാണ്. അതായത് ആ പേരുകൾ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കും എന്നുള്ള തലത്തിലുള്ള കുറേ ലേഡീസിൻ്റെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. അത് അല്ല, അപ്പോൾ പിന്നെ അവരങ്ങനെ പ്രവർത്തിക്കുന്നില്ല കരുതുന്നില്ല, അവർ അർത്ഥമുണ്ടോ? അല്ല, അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയട്ടെ. ഇപ്പോൾ അത്രയും ക്രിമിനൽസ് ആണോ ഈ പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള അവരുടെ മൈൻഡ്? അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് കൂടെ ഒരു സഹപ്രവർത്തകന് ഇത്രയും എന്താണ് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വിധത്തിൽ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വസിക്കാൻ പര്യാപ്തമായ പേരുകളാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വിശ്വസിക്കാൻ പര്യാപ്തമായിട്ട് പേരുന്നല്ല ഈ. കാരണം പേര് പറഞ്ഞാൽ 2 കോടി, പേര് പറയാതിരുന്നാൽ 1.5 കോടി രൂപ. ഇതാണ് ഈ പറയുന്ന സുനിയുടെ ആ ഒരു ഇത്. അവന്റെ വെച്ചിരിക്കുന്ന ഡിമാൻഡ്. അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദിലീപേട്ടന്റെ പേര് പറയത്തില്ല. പൈസ തന്നില്ലെങ്കിൽ ദിലീപേട്ടന്റെ പേര് പറയും, എനിക്ക് അപ്പുറത്തുനിന്ന് പൈസ കിട്ടുകയും ചെയ്യും. എന്തായാലും ഇത് എന്ത് സംവിധാനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ, അതായത് കോടതി വരെ പറയുന്നു ഇദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നുള്ളത്. ആ 2016 ജോസേട്ടൻ പൂരം എന്ന് പറയുന്ന ആ പടത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഈ പറയുന്ന ദിലീപ് എടുത്ത ഒരു സെൽഫിക്കകത്ത് ഈ പറയുന്ന പൾസർ സുനിയെ കണ്ടു, അതൊരു തെളിവാണ്, ഇത് ദൈവത്തിന്റെ കയ്യൊപ്പായിട്ടുള്ള ഒരു സെൽഫി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതി പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഇവിടെ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞപ്പോഴും കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് തെളിവുണ്ടോ? ഇവര് ഒന്നിച്ചിരുന്ന് സംസാരിച്ചതായിട്ട് ഒരു തെളിവ് പോലും ഈ കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ പിന്നെ ഈ പറയുന്ന പൾസർ സുനിയും ഈ ദിലീപും തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് ഗൂഢാലോചന നടത്തി, കാശുകൾ കൈമാറി, അതിൻ്റെ ഇടയിൽ നാദൃശ 30,000 രൂപ അങ്ങനെ കൊടുത്തു. ഈ പറയുന്ന നാദൃശ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഇവന് കുറച്ച് പൈസ കൈമാറി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നിട്ട് ഇതുപോലും മനസ്സിലാക്കാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ദിലീപിനെ അടിക്കുമെന്നും ദിലീപിന്റെ പടം കാണത്തില്ല എന്നും എവിടെ വെച്ച് കണ്ടാലും ചാണം വാരി എറിയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല മന്ത്രിമാരെ നിങ്ങൾ ചാണം വാരി എറിയേണ്ടതായിട്ട് വരും. കാരണം അവര് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാര് ഇന്നും സുഖമായിട്ട് നടക്കുന്നു, ഇന്ന് സുഖമായിട്ട് മന്ത്രിമാരായിട്ട് മാറി നടക്കുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയാണ് വിധി എഴുതിയിരിക്കുന്നത്. ഇത്രയും സാക്ഷികളെയും ഇത്രയും റെക്കോർഡെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടും ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇവിടെ കോടതിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന ദിലീപ് പറയുന്നത് ഇത് കേസ് CBIക്ക് വിടണം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കളിച്ചവരാരാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അത് മാത്രമല്ല, ഇവിടെ ഇരയായിട്ടുള്ള അതിജീവിതയായിട്ടുള്ളവർക്ക് നീതി കിട്ടണം. ആ കുട്ടിയെ ഈ പറയുന്ന ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് ഇതെല്ലാം പുറത്തു വരണം. ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ അതിജീവിതയ്ക്കൊപ്പം അല്ല എന്നുള്ളതല്ല, ഞാൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ആ കുട്ടിക്കെതിരെ ആരാണോ ചെയ്തിട്ടുള്ളത്, ആ കുട്ടിയെ അങ്ങനെ ആരാണോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്, അവർ ശിക്ഷിക്കപ്പെടണം. അത് വേണം. അല്ലാതെ ഒരു നിരപരാധിയുടെ സിനിമ ജീവിതം തന്നെ നശിപ്പിക്കുകയും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ കിടന്ന് ക്രൂശിക്കുകയും ചെയ്യുന്നതല്ല ചെയ്യേണ്ടത്. അവിടെ അദ്ദേഹം തെറ്റുകാരനായിരുന്നെങ്കിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചേനെ, ഇല്ലേ? ഇത്ര ആൾക്കാരെ ശിക്ഷിച്ചില്ലേ? 8ാമത്തെ പ്രതിയായിട്ടുള്ള ഈ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അങ്ങോട്ട് കോടതിയെ ഏൽപ്പിച്ചപ്പോൾ കോടതി പറയുന്നു അങ്ങനെ ഒരു സംഭവം തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയെ പിന്നെയും അദ്ദേഹത്തെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ഇട്ട് പദ്ധതിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉദ്ദേശം എന്തെന്നാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റാത്തത്. ഇവിടെ മാർട്ടിൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇത് മാർട്ടിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഒരു ഭീഷണിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മുമ്പെടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന, ഒരു വക്കീലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി എന്തോ അദ്ദേഹത്തിന് സംഭവിക്കാം എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി ആയിരിക്കണം ആ ഒരു വീഡിയോ. എന്തായാലും ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. എന്തായാലും സത്യം ജയിക്കണം. അല്ലാതെ എന്താ പറയാ, കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ ഇട്ട് സത്യത്തെ മൂടി, സത്യത്തെ കയറിട്ട് മുറുക്കി കൊല്ലുന്നതല്ല അതിന്റെ ഒരു ഇത്. സത്യം എപ്പോഴും ജയിക്കുക തന്നെ വേണം. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റാങ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും